ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ലൊരു ഐറ്റമാണ്. അതുപോലെ തന്നെ കറികളോട് കൂടിയും കറികളില്ലാതെയും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് പച്ചരി നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് പച്ചരി എത്രത്തോളം കുതിർന്ന് കിട്ടുന്നോ അത്രയും നന്നായിരിക്കും. ഞാനിവിടെ 2-3 മണിക്കൂറൊക്കെ കുതിർത്ത് വെച്ചിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ ഈ ഒരു പച്ചരി മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങാണ്. ചെറിയൊരു ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് പച്ചരിക്ക് വേണ്ടിയാണ് ഈ ഒരു ചെറിയ ഉരുളക്കിഴങ്ങും അതുപോലെ ഒരു മുട്ടയും എടുത്തിട്ടുള്ളത്. അങ്ങനെ ആ ഒരു കണക്കനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. ഇനി ഞാനിവിടെ ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ആ ഒരു പച്ചരി മുട്ടയുടെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. നമുക്കിത് അരച്ചെടുക്കാനായിട്ട് ആ ഒരു വെള്ളം പോരാ. ഇത് അരച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അരയാതെ വരും. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വീണ്ടും 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആദ്യം തന്നെ ഒന്നിച്ചൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പരുവം തെറ്റും. അതുകൊണ്ടാണ് ഘട്ടം ഘട്ടമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ അരച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 കപ്പ് വെള്ളം 1/2 കപ്പ് വെച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ ഇത് അരയ്ക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 കപ്പ് വെള്ളമായി. ഇനി ഈ ഒരു മിക്സിയുടെ ജാറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു മാവും കൂടെ എടുക്കാനായിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 1/2 കപ്പിന് 4 കപ്പ് വെള്ളമായിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ പരുവം കറക്റ്റ് ആയോ എന്ന് നോക്കാം. ഇത് കുറച്ച് ലൂസായിട്ടാണ് ഈ മാവ് കിട്ടേണ്ടത്. അപ്പോൾ ഞാനിത് ഇളക്കി നോക്കിയപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേരും ഇതിലേക്ക്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഇതിലേക്ക് 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ 5 കപ്പ് വെള്ളമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരുവം കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിലേക്ക് ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നോൺ സ്റ്റിക്കിൻ്റെ പാനിലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് കിട്ടി. ഇനി നമുക്ക് ഇത് എടുത്തു മാറ്റാം. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള പലഹാരമാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഓരോ പ്രാവശ്യവും ചുട്ടെടുക്കുമ്പോൾ ഇതുപോലെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ടാണ് ഇതിലേക്ക് ഓയിൽ സ്പ്രെഡ് ആക്കേണ്ടി വരുന്നത്. നമ്മൾ സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഓയിലൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് ചുട്ടെടുക്കാവുന്നതാണ്. ഇരുമ്പിൻ്റെ ചട്ടിയിലാവുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. അതുപോലെ പ്രത്യേക കാണാനൊരു ഭംഗിയൊക്കെയാണ്. അതുകൊണ്ടാണ് ഇതിൽ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ എന്തിൽ ചെയ്യണമെന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ചുട്ടു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലെ ഇരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കിട്ടി. ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും ചേരുന്നതാണ്. അതുപോലെ തന്നെ കറികളില്ലാതെയും കറികളോട് കൂടിയൊക്കെ കഴിക്കാൻ പറ്റുന്ന കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.